ഹലോ അമ്മയെ ദേമോനെ തിളക്കണ്ട വേറെ ഒന്നുമല്ലട്ടെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കുറുകിയ ചാറോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരം കടയിൽ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കടയിൽ തലേദിവസം വൈകുന്നേരം ഉണ്ടാക്കി വെക്കും കറി, എന്നാലല്ലേ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റിന് മീൻകറിയൊക്കെ എല്ലാവരും മേടിക്കുള്ളൂ. അപ്പോൾ പാചകം ചെയ്യുന്ന ചേട്ടൻ അയില മുളകിട്ടത് കറി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഇങ്ങനെയും വെക്കാം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ളായിട്ട് തീർന്നു പോയിട്ടാ. 11 മണിയായപ്പോഴേക്കും കറിയൊക്കെ തീർന്നു. ഉച്ചയ്ക്ക് കൊടുക്കാനായിട്ട് കറി ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ പുട്ടിനെല്ലാവരും ഈ മീൻകറിയാണ് വാങ്ങിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ 2 സൈസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാകുമല്ലോ. അങ്ങനെ ഞാനില്ലേ ഉള്ളിയൊക്കെ തോലി കളഞ്ഞ് വൃത്തിയാക്കി, അതോടൊപ്പം തന്നെ അതിലേക്ക് പച്ചമുളക് ഇഞ്ചിയും തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ ചതക്കണൻ്റെ ഇടയിൽ ആ ചട്ടി ഒന്ന് ചൂടാകട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പം ഒന്ന് ചട്ടിയും കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത്. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കില്ലേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ, നന്നായിട്ടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം എന്താ ഇതേ ഒരു പരുവത്തിലാകുമ്പോഴേക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ 2 കുഞ്ഞി തക്കാളിയാണ് ചേർത്തേക്കണം. ചെറുതായതുകൊണ്ടിട്ടാണ്, വലുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേ അതവിടെയൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതവിടെ കിടന്ന് വഴണ്ടോളും, നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ പണി നോക്കാമല്ലോ എന്നിട്ട് കുറച്ച് പുളിയൊക്കെ കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് തേങ്ങ മിക്സിയിലിട്ട് ഇട്ട് കൊടുത്ത്. അനിയത്തി തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടാണ് പോണത് രാവിലത്തേക്ക് വേണ്ടിയിട്ട്. കാരണം രാവിലെ വരുമ്പോൾ ചിരകാനായിട്ട് പറ്റില്ല, ഫ്രിഡ്ജിൽ ചിരണ്ടി വെച്ചിട്ടാണ് പോകണം. അപ്പം അതിൽ നിന്നും കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ അപ്പം ഏകദേശം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാലെന്ത് ചെയ്ത് പിഴിഞ്ഞ് മാറ്റി വെച്ച് ഫസ്റ്റ് തന്നെ ഒഴിച്ചപ്പോൾ തന്നെ കുറച്ച് പുറത്തേക്ക് പോയിട്ടാ. എപ്പോഴുള്ള പണിയാണ്, എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. അതിന് ശേഷം 2ാമത്തെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ട് അപ്പം നമുക്ക് 1ാം പാലും വേണം 2ാം പാലും വേണം കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച കറിക്ക് മിക്ക ആൾക്കാരും മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കോട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ച കറിക്ക് മല്ലിപ്പൊടി. ഇനി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പുളിവെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിടണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു കറിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞത് ഈ ഒരു പരിവാമിക്ക് ഇട്ടോട്ടാ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാറൊക്കെ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 2ാം പാലും കൂടി ചേർത്ത് കൊടുക്കണം. ചില ആൾക്കാർ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുമ്പോൾ കറി പിരിഞ്ഞു പോകാനിടയുണ്ട്, ഒരു തരിതരി പോലെ വരും. അതില്ലാതെ നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളക്കണ വരെ നമ്മുടെ തവിയില്ലേ ആ ഒരു കറിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നല്ല രീതിയിൽ തന്നെ കിട്ടും, ഒട്ടും പിരിഞ്ഞു പോവുകയില്ല. ഇനി ഇതിലേക്ക് മീനും കൂടി പിറക്കി വെച്ച് കൊടുക്കണ്ട. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ മീനിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇത് മോതമീനാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചേക്കണത്. അപ്പം മോതമീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത്, ഏത് മീനിലായാലും ഇങ്ങനെ കറി വെക്കാട്ടാ, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഞാൻ നോക്കുമ്പോഴേ മോതമീനിൻ്റെ വലിയൊരു മുട്ട കേട്ടാ. ഇത് കിട്ടണവൻ ഭാഗ്യവാനായിരിക്കും എന്നൊന്ന് കണ്ട. അങ്ങനെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, മീൻ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാത്രം കേട്ടോ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അല്ലാണ്ട് കുറഞ്ഞ രീതിയിലാണ് മീനുള്ളെങ്കിലും കുറേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അതവിടെ കിടന്ന് വറ്റി മീനും പൊടിഞ്ഞു എല്ലാം പൊടിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ തേങ്ങാപ്പാലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ടേ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറിക്ക് നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. കറികളൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാലേ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ മാറ്റി വെച്ചേക്കണ ഈ 1ാം പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ, എന്നാലല്ലേ കറി ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ 1ാം പാലൊക്കെ ഒഴിച്ച് 1ാം പാൽ ഒഴിച്ചിട്ട് ചില ആൾക്കാർ തിളപ്പിക്കാറില്ല. പക്ഷേ ഈ ഒരു കറി 1ാം പാൽ ഒഴിച്ചാലും പിരിഞ്ഞൊന്നും പോകില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണ്ട. അതിൻ്റെ ഇടയിൽ ലേശം പച്ച വെളിച്ചെണ്ണ കേട്ടോ അതൊഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്. കറിവേപ്പില ഇവിടെ കുറേ ഇരിക്കണ കൊണ്ടിട്ട് അങ്ങനെ വാരി ഇടുന്നുണ്ട് ഞാൻ. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കറിയുടെ മണം എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വർഗം അമ്മ സ്വർഗം.
കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചൊക്കെ കാണിച്ചു തരാം. ഒരു മീനിൻ്റെ മുകളിലോട്ട് ഒരു മീൻ അങ്ങ് ഇട്ട് കൊടുത്തപ്പോഴേ കിടക്കണില്ല, അത് അവിടെ കിടക്കവിടെ. എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറുകിയ ചാറും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. ആഹാ എന്താ രസം! ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം, അത്രയും ടേസ്റ്റാണ് ഈ ഒരു മീൻകറി. അപ്പോഴേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പറയാൻ പോയപ്പോൾ തന്നെ എൻ്റെ തൊണ്ടടഞ്ഞ്. വേറെ ഒന്നുമല്ല കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി താങ്ക് യു.